കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാമകൃഷ്ണ ആശ്രമത്തിലെ രാമകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് അവിടെ പ്രഭാഷണം നടത്തിയതും അവിടെ കാണാൻ സാധിച്ചതും, അതുപോലെ ആചാര്യ എം.ആർ. രാജേഷിൻ്റെ വേദ പഠനത്തെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തതും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ വളരെയധികം ഉദ്യോഗസ്ഥർക്ക് ക്ലാസ് എടുത്തതും, അങ്ങനെ ബ്രഹ്മകുമാരീസിനെ കുറിച്ചിട്ട് വിവരിച്ചതും, ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരെ കുറിച്ച് വിവരിച്ചതും, ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയിട്ട് ക്ലാസ് എടുത്തപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ കാണാൻ സാധിച്ച നന്മ നിറഞ്ഞ കാര്യങ്ങളും ഇതെല്ലാം ചേർത്തുകൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. വളരെ വളരെ സംതൃപ്തി തോന്നുന്നത് ആ ക്ഷേത്രങ്ങളിൽ വരുന്നവരും അല്ലെങ്കിൽ രാമകൃഷ്ണാശ്രമത്തിൽ വരുന്നവരും ബ്രഹ്മകുമാരീസും ചിന്മയ മിഷൻ്റെ ആൾക്കാരും എം.ആർ. രാജേഷിൻ്റെ ആൾക്കാരും അതുപോലെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഒന്നല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് അല്ലെങ്കിൽ ഇമെയിൽ വഴിക്ക് സാറ് യൂട്യൂബിൽ കൊടുത്തത് ഞങ്ങൾക്ക് വലിയ പ്രയോജനമായി സാറേ, ധാരാളം പേര് അന്വേഷിക്കുന്നുണ്ട്, ധാരാളം പേര് നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ച് അറിയാൻ അവസരം കിട്ടിയിട്ടല്ലേ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്. ഞങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും പോകുമ്പോഴത്തേക്കും അവർ ചോദിക്കുന്നത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തെക്കുറിച്ച് ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു, നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബ്രഹ്മകുമാരീസിലെ ഒരാൾ വിളിച്ച് പറഞ്ഞിരുന്നു, ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ബ്രഹ്മകുമാരീസിനെ പരിചയപ്പെടുത്തുമ്പോൾ ഒന്നും പറയുമൊന്നും വേണ്ട, ഞങ്ങളെ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അറിയാം എന്ന രീതിയിൽ പറയുന്നുണ്ട് ധാരാളം വ്യക്തികൾ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, എല്ലാ വ്യക്തികൾക്കും നെഗറ്റീവ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും നെഗറ്റീവുകളുണ്ട്, എല്ലാ സംഘടനയിലും നെഗറ്റീവുകളുണ്ട്, എല്ലാ പ്രസ്ഥാനത്തിലും നെഗറ്റീവുകളുണ്ട്, എല്ലാ തരത്തിലുള്ള ചിന്തകളിലും നെഗറ്റീവുകളുണ്ട്. അതേ സമയത്ത് കുറേയധികം പോസിറ്റീവുകളുമുണ്ട്, ധാരാളം പോസിറ്റീവുകളുമുണ്ട്. ഇപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ സംഘടനകൾ സ്വാർത്ഥതയുടെ പരമകാഷ്ഠയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഫർഗറ്റ് അബൌട്ട് ഇറ്റ്, അവരെക്കുറിച്ച് ചിന്തിക്കണ്ട. പക്ഷേ നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ പൈതൃകത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ പൈതൃകത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. അവരിൽ നമുക്ക് ചിലപ്പോൾ അല്പസ്വല്പമൊക്കെ കുറവുകൾ കാണാൻ സാധിച്ചാലും അവർ ചെയ്യുന്ന വലിയ വർക്ക്, ആ വർക്കിൻ്റെ കൂട്ടത്തിൽ നിൽക്കാൻ സാധിക്കുമെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്ത് അവരെ അങ്ങോട്ട് പരിചയപ്പെടുത്താം, പോകുന്ന സ്ഥലത്ത് അവരെ പരിചയപ്പെടുത്താം, അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാം, നമ്മൾ വാക്കുകളിലൂടെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾക്കറിയാവുന്ന, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനെ സ്വീകരിക്കുന്ന, നമ്മളോട് വലിയ എതിർപ്പില്ലാത്ത, നമ്മൾ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നവർക്കെല്ലാം ഇതുമാതിരിയുള്ള സംഘടനയെയും പ്രസ്ഥാനത്തെയും സ്ഥാപനത്തെയും ഒക്കെ അറിയാനൊരവസരമാണ്. അവരെ പുസ്തകം നോക്കിയിട്ട് പഠിക്കുമ്പോഴോ ഇൻ്റർനെറ്റ് നോക്കിയിട്ട് കാര്യങ്ങൾ ലഭിക്കുമ്പോഴോ ലഭിക്കുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് അവർക്ക് പെട്ടെന്ന് കിട്ടും. ഇവിടെ GRD അയ്യർ, ഞാൻ അൺനോയിങ്ങിന് GDR അയ്യർ എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഇവിടെ ധാരാളം വ്യക്തികൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വ്യക്തികൾ കമൻ്റ് ചെയ്തു ഈ അയ്യരുടെ സഹസ്രനാമ പഠനം, ലളിതാ സഹസ്രനാമ പഠനം, വേദ പഠനം ഇത് അവർ പഠിപ്പിക്കുകയാണ്. GRD അയ്യേഴ്സ് എന്താ പറയുക, ഗുരുകുൽ എന്നാണ് അതിൻ്റെ പേര് തന്നെ. അത് വെറുതെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് നിങ്ങൾക്ക് ഒരു ഗുരുവിൻ്റെയും അടുത്ത് ചെല്ലാതെ, ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്നതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷെ കിട്ടാനില്ലെങ്കിൽ എന്ത് ചെയ്യും? സൗദി അറേബ്യയിലെ ഒരാൾക്ക് വേദം പഠിക്കണം, സൗദി അറേബ്യയിലെ ഒരാൾക്ക് വിഷ്ണു സഹസ്രനാമം പഠിക്കണം, അബുദാബിയിലെ ഒരാൾക്ക് ലളിതാ സഹസ്രനാമം പഠിക്കണം, അല്ലെങ്കിൽ വേറൊരാൾക്ക് ജ്ഞാനപാന പഠിക്കണം. എന്താ ചെയ്യുക? നിങ്ങൾ ഒരാളുടെ അടുത്ത് നിൽക്കണ്ട, നിങ്ങളുടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് നല്ല സൗണ്ടിൽ വെച്ചിട്ട് ഒരു 5-6 പ്രാവശ്യം കേൾക്കുക. 5-6 പ്രാവശ്യം കേട്ടതിന് ശേഷം പിന്നെ പുസ്തകം തുറന്നു വെച്ച് കേൾക്കാം. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ഒത്തിരി പേർക്ക് അത് പ്രയോജനപ്പെടുന്നുണ്ട്. അവർക്ക് തന്നെത്താനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഡയറക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവർക്ക് അതിലേക്ക് എത്താൻ സാധിക്കും. എത്ര കാലം സാധിക്കുന്നുവോ അത്രയും കാലം സംഘടനയിലോ പ്രസ്ഥാനത്തിലോ സ്ഥാപനത്തിലോ ഇതുമാതിരിയുള്ള ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസിലോ അവരെത്തിയിട്ട് അവർക്ക് കുറേയധികം അറിവ് ലഭിക്കാൻ സാധിക്കും. പലപ്പോഴും
മുൻവിധിയോടുകൂടിയാണ് പല വ്യക്തികളും. എനിക്കിതൊക്കെ പഠിക്കണമെന്നുണ്ട്. ആരാ പഠിപ്പിക്കാനുള്ളത്? എവിടെന്നാ പോയി പഠിക്കുക? ഞാനിപ്പോൾ താമസിക്കുന്ന ന്യൂസിലൻഡിലാണ്, ഞാൻ താമസിക്കുന്ന ഓസ്ട്രേലിയയിലാണ്. ഇവിടേക്ക് ആരാ പഠിപ്പിക്കാനുള്ളത്? പക്ഷെ അവിടെ ഒന്നും പഠിപ്പിക്കാൻ നിങ്ങൾ ആൾക്കാരെ അന്വേഷിച്ച് പോവണ്ട. അവിടെ പഠിക്കാൻ നിങ്ങൾ ആരെയും അന്വേഷിച്ച് പോവണ്ട. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അതിൻ്റെ ബെസ്റ്റ് സോഴ്സാണ്. ഇന്ന് ഹിന്ദുക്കൾക്ക് സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണും ഉപയോഗിക്കാൻ സാധിക്കുന്നത് പോലെ മറ്റാർക്കും അവരുടെ ധർമ്മവും ആത്മീയതയും പൈതൃകവും പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ മറ്റാർക്കും ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ടവര് നമ്മൾ പറയുന്നതിനോടൊന്നും ഉത്തരം പറയാൻ പറ്റാതെ വരുമ്പോൾ പച്ച തെറിയാ പറയുന്നത്. ആ ചെറി പറഞ്ഞിട്ട് ശീലമുള്ളൂ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം പറയാൻ പറ്റണില്ല, കൗണ്ടർ ആർഗ്യുമെന്റ് പറ്റണില്ല. പക്ഷേ ഹിന്ദുക്കൾ തെറി പറയില്ല. ഇപ്പോൾ അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇങ്ങോട്ട് തെറി പറയുന്നവൻ്റെ അടുത്ത് ചെന്നിട്ട് സാമധാന ഭേദ ദണ്ഡത്തിൽ എന്തോന്നാ പറയുക? കഴുതയുടെ അടുത്ത് ചെന്നതിന് ശേഷം കുതിരയോട് സംസാരിക്കുന്ന മാതിരി കഴുതയോട് സംസാരിക്കാൻ പറ്റുമോ? കഴുതയോടും കുതിരയോട് സംസാരിക്കുന്ന മാതിരി പുലിയോട് സംസാരിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ കഴുത പുലിയോട് സംസാരിക്കാൻ പറ്റുമോ? അതൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ വേണം. അതല്ലാതെ കാര്യമായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും തിരിച്ചു പറയാൻ പറ്റാതെ വരുന്നവർക്കൊക്കെ അവർക്കൊക്കെ പോടാ പോടാ പുല്ലേ, അല്ലെങ്കിൽ വേറെ കുറെ തെറി, അമ്മയ്ക്ക് വിളിക്കുക, അച്ഛനെ വിളിക്കുക, അതൊക്കെ അവരവരുടെ അമ്മയും അച്ഛനും പഠിപ്പിച്ച ആ ഗതികെട്ട ജന്മവും ഗതികെട്ട സംസ്കാരവുമാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മളുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ഈ നാടിൻ്റെ പൈതൃകവും ധർമ്മവും സംസ്കാരവും അത് പഠിപ്പിക്കാൻ, അത് പഠിക്കാനുള്ള സോഴ്സുകൾ ഇന്നുണ്ട്. പഠിപ്പിക്കാനുള്ള സോഴ്സുകളും ഉണ്ട്, നല്ല രീതിയിൽ പഠിപ്പിക്കാനുള്ള സോഴ്സുകളും ഉണ്ട്. അത് പരമാവധി ഉപയോഗിച്ച് മുമ്പോട്ട് പോവുക. അവരെല്ലാവർക്കും സന്തോഷമുണ്ട്. നമ്മളെല്ലാവരുടെയും ആളാണ്, നമ്മളെല്ലാവരുടെയും ആളാണ്, നമ്മളെല്ലാവരുടെയും ആളാണ്. അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചു വിചാരിക്കുക. അമ്മയുടെ കാര്യത്തിൽ, സായിബാബയുടെ കാര്യത്തിൽ, ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ കാര്യത്തിൽ, SNDPയുടെ കാര്യത്തിൽ, NSSൻ്റെ കാര്യത്തിൽ, അവിടെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. നല്ല രീതിയിൽ അങ്ങോട്ട് പ്രവർത്തിക്കുക. ദാറ്റ്സ് ഓൾ. അമ്പലത്തിൽ, നമ്മുടെ ചിന്മ മിഷനിൽ പല പല സ്വാമിമാർ പല സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ നമ്മൾ കൂട്ടത്തിൽ പ്രവർത്തിച്ചാൽ വളരെ പെട്ടെന്ന് നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവരിലൂടെയും സാധിക്കും. നമ്മൾ സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മളിലൂടെയും സാധിക്കുമെന്ന് അറിയാൻ സാധിക്കട്ടെ. പ്രണാമം.